രാജ്യത്താണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ട്രാഫിക് റൂൾസ് എക്സാംസ് മൂന്നാലഞ്ചുണ്ട് എക്സാംസ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ട്രാഫിക് റൂൾസ് ആണെങ്കിൽ നമുക്കൊരു പാർക്കിംഗ് അല്ലെങ്കിൽ ഓവർടേക്കിംഗ് അല്ലെങ്കിൽ നമ്മളൊരു സൗണ്ട് ഹോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും മെയിൻ ട്രാഫിക്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പൊ പബ്ലിക് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തിയേറ്ററിൽ അവിടെ പോയിട്ട് പോക്ക് വിളിക്കുക, പിന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ക്യൂ ഒന്നും ഇല്ലാതെ പാർക്കിൽ, ട്രെയിനിൽ, ബസ്സിൽ ഇതിലൊന്നും നമ്മൾ ആ ഒരു സിവിക് സെൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് അവിടെ സംഭവിച്ചത്. ഈ പ്രൈവസിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ പബ്ലിക്കിലൊക്കെ പോയിട്ട് ഇപ്പൊ അവരുടെ അനുവാദം സെൽഫി എടുക്കുക, ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ചെയ്യുക, പിന്നെ നമ്മളൊരു മോറൽ പോളിസി ഒക്കെ ചെയ്യുക, അതൊന്നും അവരോടുള്ള ആൾക്കാർക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അത് പിന്നെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മളൊരു കണ്ടന്റ് ഉണ്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള കമന്റ്സ് ചെയ്യുക, ഹരാസ്മെന്റ് ചെയ്യുക, ഹർട്ട് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സിവിക് സെൻസിൽ നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ പൊല്യൂഷൻ ആണെങ്കിലും ഇപ്പൊ പ്ലാസ്റ്റിക്സ് ഒക്കെ വലിച്ചെറിയുക, ഡ്രെയിനേജ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിന്റെ പ്രാധാന്യം അറിയാൻ പാടുള്ളത് കൊണ്ടിട്ടാണ് നമ്മളെ കുട്ടികളൊക്കെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോയി കേട്ടിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾക്കുള്ള മെയിൻ റീസൺ ഇത് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മളുടെ അത്ര പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടിട്ടാണ് നമ്മളെ കുട്ടികളും തലമുറകളൊക്കെ ഇങ്ങനെ പെരുമാറാനുള്ള കാരണം. ഇത് നമുക്ക് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെ നമുക്ക് ബാധിക്കുന്നു എന്ന് അറിയാണ്ട് ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പൊ നോർമൽ ആൾക്കാരുടെയും കുറച്ച് കൂടുതൽ ടെൻഷൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളെ ബിസിനസ്സുകാർ. നോർമൽ ആൾക്കാരുടെയും കുറച്ച് കൂടുതൽ ടെൻഷൻസ് ഉള്ള. അപ്പൊ അത് ടെൻഷൻസിനെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്താം. അതായത് ടെൻഷൻ നമുക്ക് ഒരു രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാല് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ നെയ്ബേഴ്സ്, അങ്ങനെയുള്ള കൊളീഗ്സ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് വരുന്നത് റീസൺസ് ഈ സിവിക് സെൻസ് ഇല്ലായ്മ കൊണ്ടിട്ടാണ്. ഇപ്പൊ ട്രാഫിക്കില, പബ്ലിക്കില, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മള് സിവിക് സെൻസിൽ കുറച്ച് ബോധവാന്മാരാക്കുക, നമ്മളെ കുട്ടികളെയും ഇതിന് ഇമ്പോർട്ടൻസ് കാണിക്കുക. അപ്പൊ നമ്മളുടെ കുറെ സ്ട്രെസ് ലെവല് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആരോഗ്യ അഡ്വർടൈസ് പോലെ നമുക്ക് സമാധാനമുള്ള മനസ്സിലാണ് യഥാർത്ഥ ആഘോഷമുള്ളത്. താങ്ക് യു.